പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു സന്തോഷ വാർത്ത. കണ്ണൂരിലെ സ്റ്റേഡിയത്തിൽ ഇപ്പൊ കളി നടക്കുന്നുണ്ടെന്നാണ് വേൾഡ് കപ്പ്. എന്ത് ഭ്രാന്താണ് ഇയാൾ പറയുന്നത്? മറുപടി പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ എടുത്തിട്ട് പറയും. അതൊരു വല്ലാത്ത പ്രശ്നം തന്നെയാണ്. എന്നാ പിന്നെ അനുഭവിച്ചോട്ടാ. ഈ വേൾഡ് കപ്പിന്റെ അവസരത്തിൽ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം പ്രഖ്യാപിച്ചു. എന്ത് കാണാൻ വേണ്ടിട്ടാ താനോട് വായി നോക്കി നിൽക്കുന്നത്? ഇയാളുടെ ഈ വട്ട് കണ്ടില്ലെങ്കിൽ തനിക്കെന്ത് ഉറക്കം വരില്ലേ? ബലോപാലും കഴിഞ്ഞ കൊല്ലം പ്രഖ്യാപിച്ചതാ വേൾഡ് കപ്പിന് പറ്റുന്ന വിധത്തിലുള്ള ഒരു ഫുട്ബോൾ സ്റ്റേഡിയം. അറിയാൻ പാടില്ലാത്തവരെ കളിയാക്കുന്നോടാ. ബജറ്റ് വരുമ്പോ ഇതുപോലെയുള്ള വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുക, അത് കഴിഞ്ഞിട്ട് ആ പ്രഖ്യാപനവുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധമില്ലാത്ത കാര്യങ്ങൾ നടക്കുക. ഒന്ന് പരിചയപ്പെടണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കേട്ടിട്ടുണ്ട്, നേരിട്ട് കാണാൻ ഇപ്പോഴാ തരായത്. അസലായിട്ടുണ്ട്. PM-ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നതിന്റെ അർത്ഥം ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായും നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണ്. കേരളത്തെ അന്താരാഷ്ട്ര നോളജ് സിറ്റി, നോളജ് വാലി, പുതിയ പേരുകളാണ്. നോളജ് വാലി, ഗ്ലോബൽ ഹബ്. നമ്മുടെ ബിന്ദു ടീച്ചർ കേരളത്തിലെ സർവകലാശാലകളെ മികവിന്റെ കേന്ദ്രങ്ങളായിട്ട് മാറ്റുമെന്ന് പറഞ്ഞതാണ്. കേൾക്കുമ്പോഴല്ല ചെറ്റവർത്താനം പോരല്ലേ, മനസ്സിലായോ? മികവിന്റെ കേന്ദ്രങ്ങൾ കാരണം കേരളത്തിലെ കുട്ടികൾ മുഴുവൻ നാടുവിടുകയാണ്. ഇന്ത്യയിലേക്ക് വാടാ, അപ്പ കാണിച്ച ഉമ്മച്ചൻ ആരാണെന്ന് മുൻ മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് കേട്ടു. ഞങ്ങൾ SSK ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒപ്പുവെച്ചതാണ്, അതിനപ്പുറം ഞങ്ങളൊന്നും നടത്താൻ ഉദ്ദേശിച്ചിരുന്നില്ല. നിങ്ങൾ പറയുന്ന പോലെ നിന്ദ്യവും നീചവുമായ പെരുമാറ്റമൊന്നും എന്നിൽ നിന്നുണ്ടായിട്ടില്ല. പിന്നെയും താൻ ഈ മറുപടി തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നൊന്ന്, ഇവിടെ തെണ്ടി ജീവിക്കാനൊന്നും വിചാരിക്കണ്ട. അവർക്ക് യൂണിയൻ ഉണ്ട്, അത് ചേരാ തെണ്ടിയാലുണ്ടല്ലോ ആറ്റിക്കൊണ്ട് നൂന്നു പോകും. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായിട്ടുള്ള നയങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ പൊന്നു മോനെ.